ഹായ് നമസ്കാരം. ഞാനിന്ന് വണ്ടി എടുക്കാൻ നേരം തോന്നിയ ഒരു ചെറിയൊരു ടിപ്പാണ്. അത് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാമെന്ന് തീരുമാനിച്ചു. അതായത് ഇതൊരു വിൻറ്റേജ് ബുള്ളറ്റാണ്. മോഡല് 1996. അപ്പോൾ ഇത് ആക്ച്വലി നമ്മുടെ യുവജനങ്ങൾക്കും പിന്നെ കുറച്ച് പ്രായമുള്ള ആൾക്കാർക്കും ഓടിച്ച് നടക്കുന്നൊരു വണ്ടിയാണ്. അപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്യാൻ കുറച്ച് പേർക്ക് ബുദ്ധിമുട്ട് അനുഭവിക്കാറുണ്ട്. അത് മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആംബിയർ മീറ്റർ സെറ്റ് ചെയ്തുകൊണ്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു രീതി പലർക്കും ബുദ്ധിമുട്ടാകാറുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങൾക്ക് തരുന്ന ടിപ്പെന്ന് പറഞ്ഞാൽ, നമ്മൾ ആംബിയർ മീറ്റർ നോക്കാതെ പഴയ ബുള്ളറ്റ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം, ഈസി ആയിട്ട് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പം വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം, ഒന്ന് ഷെയർ ചെയ്തേക്കണം. ഓക്കെ, അപ്പം നമ്മൾ ആദ്യം ബൈക്കിൽ കയറിയിരുന്നു. അതിനുശേഷം ശ്രദ്ധിച്ച് കേൾക്കണം. അതിനുശേഷം നമ്മൾ ഇഗ്നിഷൻ കീ ഓൺ ചെയ്യുന്നു. അതിനുശേഷം ഡീകംപ്രഷൻ ഒന്ന് പ്രസ് ചെയ്തുകൊണ്ട് നമ്മൾ കിക്കർ ഒരു തവണ താഴേക്ക് ചവിട്ടുന്നു. ഓക്കെ, അതായത് ഡീകംപ്രഷൻ പ്രസ് ചെയ്തുകൊണ്ട് നമ്മൾ കിക്കർ ചവിട്ടി. അതിനുശേഷം നമ്മൾ വലത് കാലെടുത്ത് കിക്കറിൽ വെക്കുന്നു. കിക്കറിൽ വെക്കുന്ന സമയത്ത് കിക്കർ നമ്മൾ റെഡി ടു സ്റ്റാർട്ട്. നമ്മൾ കിക്കറിൽ കാല് വെച്ചതിന് ശേഷം ഈ കിക്കർ ഓട്ടോമാറ്റിക്കലി താഴേക്ക് പോവുകയാണെങ്കിൽ ആ സമയത്ത് നമ്മൾ കിക്കർ അടിച്ചു കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ട് ആവില്ല. ഇപ്പം ഞാൻ കാലെടുത്ത് കിക്കറിൽ വെച്ചിട്ടുണ്ട്, പക്ഷേ കിക്കർ ഒരു മൂവ്മെൻറ്റും ഇല്ല, താഴേക്കുള്ളൊരു മൂവ്മെൻറ്റും ഇല്ല. ഈ സമയത്ത് ഞാൻ ചവിട്ടിക്കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ടാണ്. അപ്പോൾ നമ്മൾ ആംബിയറിലേക്ക് നോക്കേണ്ട കാര്യമേ ഇല്ല. ഓക്കെ.